നമസ്കാരം. നമ്മളിന്ന് സാഫ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് സാഫിൻ്റെ ചെറിയ പാക്കറ്റാണ്. ഇങ്ങനെ ചെറിയ പാക്കറ്റിലാണ് നമുക്ക് സാഫ് കിട്ടുന്നത്. ഒരു നീലപ്പൊടി ആയിട്ടാണ് നമുക്ക് സാഫ് കിട്ടുന്നത്. ഇത് ഏകദേശം ഒരു 20 ഗ്രാമോളം ഉണ്ട്. അതായത് ഒരു 7 ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഈ ഒരു പാക്കറ്റ് ഉപയോഗിച്ചാൽ മതി. 7 ലിറ്റർ വെള്ളത്തിൽ ഇത് ഫുള്ള് കലക്കാൻ പറ്റും. അതായത് 1 ലിറ്ററിന് നമ്മൾ 3 ഗ്രാം വെച്ചിട്ടാണ് സാഫ് സാധാരണ കലക്കുന്നത്. അപ്പം നമ്മൾ സാഫ് കലക്കി ഇതുപോലെയൊക്കെയുള്ള ചെറിയ സ്പ്രെയർ, ഇതിപ്പം 1.5 ലിറ്ററിൻ്റെ കുപ്പിയാണ്. 1.5 ലിറ്റർ കുപ്പിക്കകത്ത് നമ്മൾ 4.5 ഗ്രാമോളം സാഫ് ഇട്ടിട്ടാണ് അടിക്കുന്നത്. അപ്പം അടിച്ച് കലക്കി കഴിയുമ്പോഴത്തേക്കിന് ഏറെക്കുറെ ഈ ഒരു നീല കളറുള്ള ഒരു ലായനിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ ചെടികളിലൊക്കെ ഇത് നോക്കിയാലറിയാം, ഇതെല്ലാം സാഫ് അടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന മഴക്കാലത്തിന് മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ ജാതികൾക്കെല്ലാം സാഫ് അടിക്കാറുണ്ട്. അപ്പം സാഫ് അടിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫംഗിസൈഡാണ്. ഫംഗസ് ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം സാഫിൻ്റെ അടിക്കുന്നതോടുകൂടി മാറിക്കിട്ടും. അപ്പം 1 ഗ്രാമിൽ ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് സാഫ് ഉപയോഗിക്കുന്നത്. മഴയ്ക്ക് മുമ്പ് എല്ലാവരും പ്രത്യേകിച്ച് ജാതിക്കൊക്കെ സാഫ് അടിച്ചു വിടുവാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പശയുണ്ട്. മഴക്കാലത്താണ് നമ്മൾ സാഫ് അടിക്കുന്നതെങ്കിൽ ആ പശയും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ സാഫ് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇലകളിലെല്ലാം ഇതിന്ന് രാവിലെ അടിച്ച ചെടികളാണ്. ഇതിൻ്റെ അകത്തെല്ലാം നന്നായിട്ട് സാഫ് പിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ കേടുകളോ ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അടിച്ചതാണ്. ഇതിപ്പോൾ ഉണങ്ങിയിരുന്നോളും. ഇതിങ്ങനെ ചെറിയതായിട്ട് ഇലകളിൽ തണ്ടുകളിലും ഒക്കെ കേടുള്ള ഭാഗങ്ങളിലും അടിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് കേടുകളെല്ലാം ഒരുമാതിരിപ്പെട്ട ജാതിക്കും അല്ലെങ്കിൽ മറ്റ് ഇനം വൃക്ഷങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്ന കേടുകൾ നമുക്ക് മാറിക്കിട്ടും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. സാഫാണ്. സാഫിന് ഏറെക്കുറെ ഒരു 50 രൂപയോളം 55 രൂപയൊക്കെയാണ് നമുക്ക് ഈ 20 ഗ്രാമിന് സാധാരണ റേറ്റ് വരുന്നത്. അപ്പം ഇതിന് 38 രൂപയാണ് നമുക്ക് ഈ 20 ഗ്രാമിന് റേറ്റ് വരുന്നത്. അപ്പം ജാതികളിലൊക്കെ കേട് കാണുമ്പോൾ ഏറ്റവും ആദ്യമേ പ്രയോഗിക്കാൻ പറ്റിയ ഒരു പ്രതിരോധ ഇതാണ്. അപ്പം ഈ അളവിലാണ് ഇതിൻ്റെ ഇതും വരുന്നത്. അപ്പം നമുക്ക് സാഫ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം മാത്രമേ സാഫ് വരാവുള്ളൂ. അളവ് കൂടിപ്പോകരുത്. പ്രത്യേകിച്ച് ചെറിയ ചെടികൾക്കും കവറിലുള്ള ചെടികൾക്കൊക്കെ അടിക്കുമ്പോൾ അതിൽ കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സാഫ് എപ്പോഴും എല്ലാ മാസമൊന്നും അടിച്ചില്ലെങ്കിലും കുഴപ്പമുള്ളതൊന്നുമല്ല. കാരണം നമ്മൾ സാഫിൻ്റെ ഉപയോഗം കൂടുമ്പം ചെടിയുടെ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കേടുകൾ വരുമ്പം അതൊക്കെ നമുക്ക് സാഫ് അടിക്കാം. ഇപ്പോൾ ഇതുപോലെയുള്ള കേടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊരു സൈസ് ഒരു പ്രാണിയാണ്. പ്രാണി അതിൻ്റെ നീരൂറ്റി കുടിക്കുന്നതാണ്. അപ്പം ഈ വെള്ളം ഇത് ഫംഗസ് വരുന്നത് ഇതിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കിട്ടും. അപ്പം എല്ലാ മാസവും അടിക്കണം എന്നൊന്നുമില്ല. പക്ഷേ കേടൊക്കെ ഉണ്ടെങ്കിൽ 1.5 മാസം കേടുള്ള ചെടികൾക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കേടുള്ള ചെടികൾക്ക് മാത്രം. മഴയ്ക്ക് മുമ്പായിട്ട് എല്ലാ കർഷകരും നമുക്ക് സാഫൊക്കെ എല്ലാ ചെടികൾക്കും ഒന്ന് പ്രയോഗിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ മഴയ്ക്ക് മുമ്പ് സാഫ് എല്ലാ ചെടികൾക്കുമൊക്കെ ഒന്ന് അടിച്ച് വെക്കുന്നതാണ്. കാരണം മാക്സിമം കേടുകൾ ഒക്കെ കുറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പം 1 ലിറ്റർ വെള്ളത്തിന് 3 ഗ്രാം എന്ന രീതിയിൽ സാഫ് ഉപയോഗിക്കുക.